എല്ലാവർക്കും നമസ്കാരം. ഇപ്പം കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നാട്ടിലും ഇവിടെയുള്ളവർക്കെല്ലാം ഉള്ള ഒരു ടെൻഷനാണ്. അയർലൻഡിൽ ജീവിക്കാൻ കൊള്ളുമോ, അയർലൻഡ് സേഫ് ആണോ, അതോ ഇവിടുന്ന് എല്ലാവരും ഓടിപ്പോണോ, അങ്ങനെ ആയിരം സംശയങ്ങളും പിന്നെ ഫേസ്ബുക്കിലും മറ്റു വരുന്ന വീഡിയോസ്, അതിന് താഴെ വരുന്ന കമന്റുകള്, മലയാളികളെല്ലാം കുഴപ്പക്കാരാണ്, എല്ലാം പ്രശ്നക്കാരാണ്, ഇവിടെ അയർലൻഡിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം മലയാളികളാണ് പ്രശ്നം എന്നൊക്കെയുള്ള രീതിയിലുള്ള കുറച്ച് കമന്റ് തൊഴിലാളികളുടെയും ഒക്കെ പ്രശ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഈ പറയാൻ പോലെ എന്റെ വീഡിയോയിൽ എന്റെ അഭിപ്രായം ഇത് എന്റെ മാത്രമാണ്. ഇത് വേറെ ആരും ഇതിനോട് ആരുടെയും ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. കാണുന്നവർക്ക് കാണാം, വിയോജിക്കേണ്ടവർ വിയോജിക്കാം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയതും കേട്ടതും ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം, ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് താല്പര്യമുള്ള വ്യക്തിയല്ല. പക്ഷെ ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ, ഒരു പ്രമുഖ ഓൺലൈൻ ന്യൂസ് ചാനലിന്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ എന്തൊക്കെയോ കണ്ടിട്ട് എന്തൊക്കെയോ എഴുതി പിടിപ്പിക്കുന്ന ഒരു ഫീലിംഗ്, അല്ലാതെ ഇന്ന് കണ്ടന്റിനോട് ഒരു നീതി അദ്ദേഹം പുലർത്തുന്നില്ല എന്ന് തോന്നുന്നതുകൊണ്ടാണ് എനിക്ക് ഒരാളിലേക്കെങ്കിലും ഇത് എത്തിക്കാൻ പറ്റുമെങ്കിൽ ആയിക്കോട്ടെ ഞാൻ വീഡിയോ ചെയ്യുന്നത്. അറിയാം, അയർലൻഡ് എന്ന് പറയുന്നത് യൂറോപ്പിലെ ഒരു ചെറിയ രാജ്യമാണ്. വളരെ 50 ലക്ഷം അല്ലെ 60 ലക്ഷത്തിൽ അത്ര അടുത്ത് മാത്രം ആൾക്കാരുള്ള ഒരു ചെറിയ രാജ്യമാണ്. വളരെ ശാന്തമായിട്ട് സംസാരിക്കുകയും വളരെ സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ചില പൊളിറ്റിക്കൽ റീസൺസ് ഇവിടെ കുറെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, 2-3 വർഷക്കാലമായിട്ട് അനധികൃതമായിട്ടും അലൗഡായിട്ടും ലീഗലായിട്ടും ഒക്കെ ചില രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് കുടിയേറുന്നുണ്ട്. ഡ്യൂ ടു സെവറൽ റീസൺസ്, പല കാരണങ്ങളുണ്ടാവും. ഇപ്പൊ നമ്മളെന്നൊക്കെ പറഞ്ഞാൽ നാട്ടിൽ നിന്ന് വരുന്നത് 1000 പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്ത് 1000 പേപ്പേഴ്സ് ഫോട്ടോസ്റ്റാറ്റ് ചെയ്ത് അത് അറ്റസ്റ്റേഷൻ ചെയ്തൊക്കെയാണ് നമ്മൾ വരുന്നത്. പക്ഷെ അതല്ലാതെ ചില പൊളിറ്റിക്കൽ റീസൺസ് കൊണ്ട് പല രാജ്യങ്ങളിൽ അഭയാർത്ഥികളായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പം അതൊക്കെ ഈ രാജ്യത്ത് കൂടി വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അത് വളരെ അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നാളുകളായിട്ട്. അത് യൂറോപ്പിന്റെ പല രാജ്യങ്ങളിലും ഈ ഒരു അസ്വസ്ഥതയുണ്ട്. അയർലൻഡിലും അതിന്റെ ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. അവർ ചെറിയ പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മലയാളി കമ്മ്യൂണിറ്റി ഇവരുമായിട്ട് എത്രയും സ്നേഹത്തിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു 1.5 മാസക്കാലമായിട്ട് നല്ല ഒരു ഒരു വിദ്വേഷത്തിന്റെയും വർഗീയതയുടെയും ഒക്കെ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വേർതിരിവിന്റെ ഒക്കെ ആയിട്ടുള്ള മെസ്സേജുകളും സംഭവങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ചില കാരണങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ട്, ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. എന്താന്ന് വെച്ചാല് നമ്മൾ കുറെ പ്രോഗ്രാംസ് നടത്തി, അപ്പം അത് വലിയൊരു ക്രൗഡായിട്ട് നമ്മൾ പബ്ലിക്കിലേക്ക് വരുമ്പോൾ അവർ നോക്കുമ്പോൾ ഇത്രയും വലിയൊരു ക്രൗഡ് ഈ ചെറിയ രാജ്യത്തിൽ, അല്ല 50 ലക്ഷം പേരുള്ള ഒരു രാജ്യത്ത്, അല്ല 60 ലക്ഷം പേരുള്ള ഒരു രാജ്യത്ത് ഇത്രയും പേര് ഇന്ത്യൻസ് ഉണ്ടോ അല്ലെ മലയാളം ഉണ്ടോ കണ്ടപ്പം അവരൊരു പാനിക്കായി. ഇവരെല്ലാം കൂടി നമ്മളെ നാളെ ഇത് വിഴുങ്ങിക്കളയുമോ അല്ലെ ഓടിച്ചു കളയുമോ എന്നൊക്കെയുള്ള അവർക്കുള്ള ഒരു ന്യായമായ ഒരു ടെൻഷൻ ഉടലെടുത്ത ചില കാര്യങ്ങൾ. പിന്നെ ഇതിനെ ആളി കത്തിക്കാൻ വേണ്ടി അവരുടെ ഭാഗത്തുനിന്നും ചില യൂട്യൂബേഴ്സും ചില ഇൻഫ്ലുവൻസറുള്ള ആൾക്കാർ ഇതിനെ വലിയ രീതിയിൽ സ്പ്രെഡ് ചെയ്ത് ആ യുവാക്കളായിട്ടുള്ള ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുന്നുണ്ട്. ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു പേഷ്യന്റിനെ മീറ്റ് ചെയ്തപ്പോൾ, അമ്മച്ചിയാണ്, ഒരു 70 വയസ്സ് 80 വയസ്സാണ്. അപ്പൊ എന്നോട് ചോദിച്ചു, നീ അയർലൻഡിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ, നീ ഹാപ്പി ആണോ? അപ്പൊ എന്തൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളെ അല്ലെ എന്റെ ഫ്രണ്ട്സ് അല്ലെ നെയ്ബേഴ്സ്, ഞങ്ങളുടെ ഫാമിലി ഉള്ളവരൊക്കെ ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഞങ്ങൾക്കും വലിയ സങ്കടമുണ്ട്. ഇതെല്ലാം പെട്ടെന്ന് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരിയാണ്, നമ്മളെപ്പോലെ തന്നെ അവരും ഈ ഒരു പ്രശ്നത്തെ ഈ അറ്റാക്കിനും കാര്യങ്ങളൊക്കെ അപലപിക്കുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട്. പക്ഷെ ഈ യൂട്യൂബിൽ കാണുന്ന അല്ല ഫേസ്ബുക്കിൽ കാണുന്ന മാത്രമല്ല അയർലൻഡ്. പക്ഷെ ഞാൻ ഇന്ന് എന്നായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇനിയിപ്പോ ഓണം വരുന്നു, നമുക്ക് കൂട്ടായ്മകൾ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു രാജ്യത്ത് വന്നിരിക്കുമ്പോൾ ഒറ്റപ്പെട്ട് താമസിക്കാതെ നമ്മളൊരു കൂട്ടായ്മയായിട്ട് തന്നെ നമ്മൾ താമസിക്കണം, അല്ലെങ്കിൽ സഹവർത്തിക്കണം. പക്ഷെ നമ്മുടെ ലിമിറ്റേഷൻ തന്നുകൊണ്ടിരിക്കും. നമ്മൾ ഒരിക്കലും നമ്മുടെ നാടല്ല ഇത്. നമുക്ക് ചിലപ്പോൾ ഇവിടെ വർഷങ്ങളായിട്ട് ജീവിക്കുന്നതായിരിക്കും, പൗരത്വം കാണുമായിരിക്കും, അങ്ങനെ പലത് കാണുമായിരിക്കും. പക്ഷെ ബേസിക്കലി നമ്മൾ വേറൊരു രാജ്യത്ത് നിന്ന് വന്നതാണ്. നമ്മുടെ രാജ്യം പോലെ തന്നെ ഇതാണെന്ന് പറഞ്ഞാൽ അതുപോലെ നമ്മൾ അങ്ങോട്ട് അറമാദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരിക്കലും നല്ല ഒരു പ്രവണതയല്ല. ഇവിടെ വന്ന് ഇവരുടെ കൾച്ചറിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഇവരെ കൂടെ അക്സെപ്റ്റൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. ഇപ്പൊ നമ്മുടെ നാട്ടില് നമ്മൾ മറ്റുള്ള സംസ്ഥാനത്ത് നിന്ന് വന്ന് നിൽക്കുന്നവരെ നമ്മളെല്ലാം ഇപ്പം നല്ല പോളിഷ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ എല്ലാവരെയും ബംഗാളി എന്നൊക്കെ പറഞ്ഞ് അവരിതുപോലെ ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ ഇവർക്കും അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെയുള്ള ആൾക്കാർ നമ്മളെ വളരെ സ്നേഹമുള്ള ആൾക്കാരുണ്ട്. വളരെ ഒരു 10% പേരായിരിക്കും ചിലപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു 5% പേരായിരിക്കും ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അയർലൻഡ് സേഫ് അല്ലെന്നോ ഒന്നുമല്ല. ഇവിടെ ആരും ഇതിന്റെ പേരിലൊന്നും ഓടിപ്പോകാനൊന്നും ഈ യൂട്യൂബിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ ഒന്നും ഓടിപ്പോകാനൊന്നും പോകുന്നില്ല. പിന്നെ ഞാൻ ഇന്നൊരു വീഡിയോ കാണുന്നുണ്ടായി, ഈ അയർലൻഡിൽ ഇപ്പോൾ ഈ പ്രശ്നം മുഴുവൻ കാരണം
ഈ കഴിഞ്ഞ ഈ സമ്മറിലെ കുഞ്ചാക്ക ബോബനും റിമി ടോമിയും അങ്ങനെയുള്ള സെലിബ്രിറ്റികൾ വന്നുകൊണ്ട് പ്രോഗ്രാം നടത്തിയതുകൊണ്ടാണ്. ആ പ്രോഗ്രാം നടത്തിയതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് വീഡിയോ ഇതെല്ലാം തല്ലി മേടിച്ച് കൂട്ടാൻ വേണ്ടിയുള്ളതാണ്. ഈ പറഞ്ഞ യൂട്യൂബർ പോലും ഈ കഴിഞ്ഞ 1-2 മാസത്തിനുള്ളിലായിട്ട് UK പ്രദേശത്ത് വലിയ ഇന്റർനാഷണൽ ടഗ് ഓഫ് വാർ മത്സരങ്ങളും, അതായത് യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ നിന്ന് വടംവലി മത്സരം, ഫാഷൻ ഷോ മത്സരം, അല്ലെങ്കിൽ അവാർഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ നാട്ടിൽ നിന്ന് തന്നെ സെലിബ്രിറ്റികളെ കൊണ്ട് ആയിരങ്ങൾ പങ്കെടുത്ത വൻ വിജയമായ പ്രോഗ്രാം എന്ന് പറഞ്ഞ് നടത്തിയിട്ട് ഇപ്പം പറയുന്നു ഇതൊക്കെ നമ്മൾ നടത്തുന്നത് അടി മേടിച്ചു കൊടുക്കും. അപ്പം ഇദ്ദേഹം ഈ അടി മേടിച്ചു കൊടുക്കാനുള്ള അടിക്കാൻ വേണ്ടി റെഡിയായിരിക്കുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണോ വീഡിയോ ഇട്ട് പ്രോഗ്രാം നടത്തിയതെന്ന് എനിക്കൊരു സംശയം തോന്നുന്നു. അത് എന്റെ മാത്രം സംശയമാണ്. ഇനി വേറെ ആർക്കും സംശയം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് ആദ്യം പറയുന്നത് പല അഭിപ്രായങ്ങളും എന്റെ മാത്രമാണ്. കാരണം ഞാനും അദ്ദേഹത്തിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. ചിലത് എക്സാജറേറ്റ് ആയിട്ട് തോന്നാറുണ്ട്, പക്ഷെ ചിലത് ജെന്യൂൻ ആയിട്ട് തോന്നാറുണ്ട്. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് പ്രതികരണം തോന്നി. കാരണം ഈ പ്രോഗ്രാം കൊണ്ട് മാത്രമാണ് ഈ അയർലൻഡിലുള്ളവരെല്ലാം ഓടി നടന്ന് അടിമേടി, ഈ അയർലൻഡ് ഓടി നടന്ന് അടിമേടിക്കുന്നത്. യൂറോപ്പിന്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ആക്രമണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ വന്നു കുറച്ച് റിപ്പോർട്ട് ചെയ്തത് കൂടി വന്നു. ചില അസ്വസ്ഥതകൾ ഇവിടെ രാജ്യത്ത് ഉണ്ടായ കുടിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ റെഫ്യൂജികളായിട്ട് വന്നിട്ടുള്ളവരുടെ പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിനൊരു ആക്കം കൂട്ടാൻ നമ്മുടെ പ്രോഗ്രാംസും സഹായിച്ചു. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല ഈ പ്രശ്നം വന്ന്. പിന്നെ ഇപ്പോൾ ഈ യൂട്യൂബിൽ നമ്മൾ ഫോൺ തുറക്കാൻ തന്നെ പേടിയാണ്. കാരണം ലോകത്ത് എവിടെ നടക്കുന്ന വീഡിയോയും അയർലൻഡിലെ മലയാളികളെ അത് ആക്രമിച്ചു, അല്ലെ അയർലൻഡിലെ മലയാളി ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ലോകത്തിൽ എവിടെ കണ്ട വീഡിയോയുടെ ടാഗ് ലൈനിലായിട്ട് അയർലൻഡിനെ മെൻഷൻ ചെയ്ത് മലയാളികളെ മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും എല്ലാം ഒന്നും റിയാലിറ്റി അല്ല. ഇത് കുറച്ച് റിയാലിറ്റി ഉണ്ട്. പല ഫേക്ക് വീഡിയോസും ഞാൻ കാണാൻ സാധ്യതയുണ്ട്. കുറെ ന്യൂസുകള് ഒരു എന്താ പറയാ, എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അനോണിമസ് ആയിട്ടുള്ള കുറെ മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അറിയണം, നമ്മൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ നമ്മൾ അറിയണം, നമ്മൾ ഇതിനെക്കുറിച്ച് അലേർട്ട് ആയിരിക്കണം. നമ്മൾ നടത്തുന്ന ഓരോ പ്രോഗ്രാംസും നമ്മൾ ചിന്തിച്ച് മറ്റവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ ഒരു ഇൻഡോർ പ്രോഗ്രാമാണ്. ഇൻഡോറിനകത്ത് നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മുടെ ആഘോഷവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മൾ പള്ളിപ്പെരുന്നാളുകൾ റോഡിലേക്ക് ഇറങ്ങി ആഘോഷമാക്കുകയോ അല്ലെങ്കിൽ റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്തുള്ള ചെണ്ടമേളങ്ങൾ നടത്തുകയോ അല്ലെ അമ്പലത്തിന്റെ എന്താ പറയാ പ്രദക്ഷിണങ്ങളും മറ്റു കാര്യങ്ങളും റോഡിലേക്ക് ഇറങ്ങുമോ അല്ലെ നിസ്കാരങ്ങൾക്ക് വേണ്ടി നമ്മൾ പബ്ലിക്കിനെ ബുദ്ധിമുട്ടിച്ച് ഇറങ്ങുമോ അതൊന്നും ചെയ്യാതെ നമുക്ക് അലോട്ടഡ് ആയിട്ടുള്ള നമുക്ക് തന്ന സ്വാതന്ത്ര്യത്തിൽ ഒരുപക്ഷെ നമുക്ക് ഉണ്ടല്ലോ, നമുക്ക് ഓരോ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് ഉള്ളിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് അലോസരം ഉണ്ടാകാത്ത രീതിയിൽ, ഇവിടെ ഉള്ളവർക്ക് അലോസരം ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയൊരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഒരു താൽക്കാലികമാണ്. അത് ഇന്നലെ നാളെ മാറിപ്പോകും. പക്ഷെ ഈ ഫേസ്ബുക്കിൽ കമന്റ് ഇടാൻ വേണ്ടി അല്ലെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇടാൻ വേണ്ടി തെറി വിളിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും അനുഭവിക്കുകയോ കാര്യങ്ങൾ അറിഞ്ഞിട്ടൊന്നുമില്ല. എവിടുന്നെങ്കിലും അക്തവും വാലും അറിഞ്ഞിട്ട് മാത്രം പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നിൽക്കുന്ന അല്ലെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ബുദ്ധിയും യുക്തിയും നമ്മൾ ഉപയോഗിക്കുക. ഈ പല പ്രോഗ്രാമും നടത്തി സംഘാടകങ്ങൾ നടത്തിയവരാണ് പിന്നെ വൈകിട്ടാകുമ്പോൾ അതിനെ ട്രോൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നത്. അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾക്ക് തന്നിരിക്കുന്ന ബുദ്ധിയും ദൈവം തന്ന യുക്തിയും നമ്മൾ ഉപയോഗിച്ച് എപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു പബ്ലിക് ഇവന്റ് നടത്തുമ്പോൾ അത് എങ്ങനെ കൺട്രോൾഡ് അത് മറ്റുള്ളവർക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റിക്ക് ഒരു രീതിയിലും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അവരെ കൂടെ ഇൻവോൾവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മളിവിടെ നമ്മൾ ഭാവി ജീവിതം നമ്മൾ ഇവിടെ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ രാജ്യത്തെ ഇന്ത്യ ആക്കി മാറ്റാൻ വേണ്ടിയല്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്നാൽ മതിയായിരുന്നു. അല്ല ഈ രാജ്യത്തെ കേരളമാക്കി മാറ്റാൻ വേണ്ടിയല്ല നമ്മൾ അയർലൻഡ് വന്നിട്ടുണ്ടെങ്കിൽ അയർലൻഡിന്റെ കൾച്ചറെ അക്സെപ്റ്റ് ചെയ്യാനും അതിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത് പ്രശ്നങ്ങൾ, ഇതൊരു താൽക്കാലിക പ്രശ്നമാണ്. ഇതൊക്കെ മാറിയേ പറ്റുള്ളൂ. ഇതൊക്കെ ലോകത്ത് എല്ലാവർക്കും നടക്കുന്നതൊക്കെ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഒന്ന് സംഭവിച്ചു, ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകുന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുക, എല്ലാവരും സ്നേഹത്തോടെ നിൽക്കുക, മറ്റുള്ളവരോടും എന്താ പറയാ നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുക, ഒരുമിച്ച് നിന്ന് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ഈ ഫേസ്ബുക്ക് കമന്റ് കാണുന്നതോ അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്നതോ മാത്രമല്ല, നല്ല ആൾക്കാരുണ്ട്, നല്ല എന്താ പറയാ എന്റെ അറിവിൽ ഒരു 80-90% അയർലൻഡുകാരും നല്ല സ്നേഹമുള്ളവർ തന്നെയാണ്. ഇപ്പോഴും അവർ നമ്മളെ അതുപോലെ സ്നേഹിക്കുന്നു. നമ്മൾ കൊടുക്കുന്ന സർവീസുകൾ, നമ്മുടെ ഹോസ്പിറ്റാലിറ്റിയിലായിരിക്കും എവിടെയായിരിക്കും അവർ കൊടുക്കുന്ന സർവീസുകളെ അവർ അത്രയും നല്ല സ്നേഹത്തോടെ തന്നെ നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. പക്ഷെ ഒരു 10% പല കാരണങ്ങളാൽ പല ഇഷ്യൂസാൽ നമ്മൾ പറഞ്ഞാൽ ഈ കേരളത്തിൽ നിന്ന് കുറച്ച് വന്നുകൊണ്ട് മാത്രമല്ല പല ഇഷ്യൂസിനോട് നമ്മുടെ ഈ ഇവന്റുകളൊക്കെ ഒരു ഇഷ്യൂ ആയി. അപ്പൊ അതിനെയൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ അതിന് വേണ്ടപ്പെട്ട ആൾക്കാർ അതിന് തീരുമാനമെടുക്കുക. എങ്ങനെ രീതിയിൽ മറ്റുള്ളവർക്ക് അല്ലെ ഐറിഷുകാർക്ക് അതൊരു വിഷമം ഉണ്ടാകാത്ത രീതിയിൽ എടുക്കാൻ ശ്രമിക്കുക. നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുക. നമ്മുടെ ലിമിറ്റേഷൻ നിന്നുകൊണ്ട് മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും ഇവിടെ നമുക്കൊരു പ്രശ്നവുമില്ലാതെ ജീവിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് എല്ലാവർക്കും അവസരം ഉണ്ടാകട്ടെ. എല്ലാവരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുക. താങ്ക് യു.